റെജിൽ മാക്കുറ്റി, ഷേ റഹീം ഡിവൈഎഫ്ഐ ഹർജി നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ 200ഓളം ഹർജികൾ സുപ്രീം കോടതിയിൽ ഇപ്പോഴും പെൻഡിങ്ങിലാണ്. അപ്പോഴാണ് ഇപ്പോൾ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ നിയമം നടപ്പാക്കില്ല എന്ന് പറയുന്നു. പക്ഷേ നോക്കൂ, ഇതിൻ്റെ ഒരു ആകത്തുക താങ്കൾ ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ്. എന്ത് ചെയ്യാൻ സാധിക്കും? ശരിയാണ്, നിയമപരമായിട്ടുള്ള കോടതിയിൽ പോകാനുള്ള അവകാശം എന്നതിനപ്പുറത്തേക്ക്. അല്ല, ഇത് ജനങ്ങളുടെ പ്രതിരോധം ഉയർന്നു വരിക എന്നുള്ളതാണ്. BJP RSSനാൽ നയിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ ഓർഗനൈസേഷനാണ്. RSS തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാറില്ല, പക്ഷേ RSSന് വേണ്ടി BJP ആണ് മത്സരിക്കാറുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന RSSൻ്റെ ഐഡിയോളജി ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം എന്നതാണ്. ഇന്ത്യയുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത് ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് രൂപം കൊണ്ട നാനാത്വത്തിൽ ഏകത്വമാണ്, പ്ലൂറലിസമാണ്, വൈവിധ്യമാണ്. അപ്പോൾ വൈവിധ്യങ്ങളെല്ലാം ഇല്ലാതാക്കി ഇന്ത്യയെ ഒരു മതനിരപേക്ഷ റിപ്പബ്ലിക് എന്നതിൽ നിന്ന് മാറ്റി ഒരു വംശീയ റിപ്പബ്ലിക്കാക്കി മാറ്റുക എന്നുള്ളതാണ് RSSൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി. അതിനു വേണ്ടിയിട്ടാണ് അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് അധികാരത്തിൽ വരുന്നതും. അപ്പോൾ അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളതൊക്കെ ചെയ്യും, ഞങ്ങൾ പറഞ്ഞതൊക്കെ ചെയ്യും എന്ന് കാണിക്കുക കൂടിയാണ് അവർ ഈ കൂട്ടത്തിൽ ചെയ്യുന്നത്. അപ്പോൾ പറയുന്നതെന്ത്, ചെയ്യുന്നതെന്ത്, അത് രാജ്യത്തിൻ്റെ ഭരണഘടനാ സങ്കല്പങ്ങൾക്കെതിരാണ് എന്നുള്ളതാണ് ഞങ്ങൾ എതിർക്കുന്ന മുഴുവൻ പേരുടെയും അഭിപ്രായവും നിലപാടും. അതാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും അങ്ങനെ ചിന്തിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം അങ്ങനോട് ചോദിച്ച ചോദ്യം ഇതിലെന്ത് ചെയ്യാനാകുമെന്നാണ്. കാത്തിരുന്ന് കാണാം. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ആ ജനങ്ങൾ ഇതുപോലെ തെറ്റായ നിലപാടുകൾ ഭരണഘടനാ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാൻ ശ്രമിച്ച ഘട്ടങ്ങളിലൊക്കെ ആ ഭരണാധികാരികളെ തൂത്തെറിഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇത് ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ഗുണമുണ്ടാകും എന്ന് കരുതിയാണ് BJP മുന്നോട്ട് പോകുന്നതെങ്കിൽ BJPക്കെതിരെ ഈ രാജ്യത്തെ മതനിരപേക്ഷ ജനത ഉണർന്നു പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. BJP ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്, ഇതിൽ നിന്ന് വേറൊരു കാര്യം എന്താ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, 2014 മുതൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റാണ് നരേന്ദ്രമോദിയുടേത്. നോക്കൂ, ഇവിടെ വളരെ വ്യക്തമായി തന്നെ BJPയുടെ കർണാടകത്തിൽ നിന്നുള്ള ഒരു MP പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, 3/2 ഭൂരിപക്ഷം നമുക്ക് ആവശ്യമുണ്ട് ഇന്ത്യയുടെ ഭരണഘടന മാറ്റുന്നതിന് വേണ്ടി എന്നുള്ളത്. ഇപ്പോൾ പൗരത്വം മതത്തിന്റെ അടിസ്ഥാനത്തിലാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ തന്നെ 75 വർഷം മുമ്പ് RSS എഴുതി വെച്ചിട്ടുള്ളതുമാണ്. അതൊന്നും വളരെ ഒളിച്ചു കിടത്തുന്ന കാര്യങ്ങളും അല്ല. അപ്പോൾ പിന്നെ ഇക്കാര്യത്തിലൊന്നും സംശയം വേണ്ട എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. പക്ഷേ അതിനെതിരെയുള്ള പ്രതിരോധമാണ്. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ പറയുന്നു ഞങ്ങൾ ഈ സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന്. എങ്ങനെ നടപ്പാക്കാതിരിക്കാൻ കഴിയും? 2 കമ്മിറ്റികളിലും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി വെറും ക്ഷണിതാവ് മാത്രമാണ്. നിങ്ങളിത് നടപ്പാക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല, കാരണം ഈ കേരളത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ബംഗാൾ സർക്കാരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നടപ്പാക്കില്ല എന്ന്. മമതാ ബാനർജിക്കൊന്നും ഒന്നും ചെയ്യാനില്ല, കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ് ആരുടെ അപേക്ഷ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്, ആരുടെ അപേക്ഷ സ്വീകരിച്ച് പൗരത്വം നൽകണം എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ പിന്നെ അതിനൊന്നും റോളില്ല. അല്ല, വെയിറ്റ് ആൻഡ് സീ, നമുക്ക് കാണാം. ഈ ജനങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ മടിക്കുത്തിൽ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ലല്ലോ. ഞങ്ങളിത് ജനങ്ങളോട് കേരളം നൽകുന്ന സന്ദേശം എന്താണ്? കേരളം നൽകുന്ന സന്ദേശം രാജ്യത്തിന് പൊരുതുവാനുള്ള സന്ദേശമാണ്. ഇന്ത്യയിലെ മറ്റ് മുഖ്യമന്ത്രിമാരോട് ഇത്തരമൊരു പാതയിലൂടെ കടന്നു വരൂ എന്ന് ധൈര്യപൂർവ്വം നമ്മൾ പറയുകയാണ്. അത് പൗരത്വ ഭേദഗതി നിയമം അവർ കൊണ്ടുവന്ന 2019 മുതൽ ഇങ്ങോട്ട് ഞങ്ങളെടുക്കുന്ന നിലപാട് അങ്ങനെയല്ലേ? കേരളം കൊടുക്കുന്നൊരു സന്ദേശമാണ്. അപ്പോൾ ആ സന്ദേശത്തിൽ കേരളത്തിന് എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിൽ ഇത് വരുന്നില്ലല്ലോ എന്നതൊന്നും പ്രസക്തമല്ല, കാര്യമല്ല. ഇതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോയാലോ? ഇത് തുടക്കം മാത്രമാണല്ലോ. ഇപ്പോൾ മൈഗ്രേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ പൗരത്വത്തിന് മതം നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം. ഇത് അതിനപ്പുറത്ത് മൊത്തത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയാലോ. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഒരു സന്ദേശമാണ്, ഞങ്ങളിതിനൊന്നും വിട്ടുതരില്ല. അടിവരയിട്ട് പറയുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞില്ലേ, ഞങ്ങൾ കീഴടങ്ങില്ല, ഞങ്ങൾ ശക്തമായി ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കും. അപ്പോൾ അത് രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് ഒരു സംസ്ഥാന ഗവൺമെൻറ് അവിടുത്തെ ജനതയുടെ ആകെ ആഗ്രഹവും ശബ്ദവും പ്രകടിപ്പിക്കുകയാണ്. അത് മറ്റു പല സംസ്ഥാനങ്ങൾക്കും മാതൃകയാകേണ്ടതാണ്. പക്ഷേ ഇതുപോലെ കരുത്തുറ്റൊരു ശബ്ദം ദൗർഭാഗ്യവശാൽ കർണാടകയിൽ നിന്ന് ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ്. ഇതിനേക്കാൾ ശക്തമായൊരു ശബ്ദം, ഇതുപോലെ ശക്തമായൊരു ശബ്ദം തൊട്ടപ്പുറത്ത് തെലുങ്കാനയിൽ നിന്ന് ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ്.
എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ ഇന്ന് വരും നാളെ വരും ശ്രീ അമിത്ഷാ തന്നെ ദേശീയ മാധ്യമത്തോട് വളരെ കൃത്യമായി പറഞ്ഞു, ഞാൻ ഇലക്ഷന് മുമ്പ് മാർച്ച് ഈ പറയുന്ന ദിവസങ്ങളിൽ മാർച്ച് ആദ്യവാരത്തിൽ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ നിലവിൽ വരും, പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വരുമെന്ന് പ്രഖ്യാപിച്ചു. ഈ കാലയളവിലാണ് മാർച്ച് ആദ്യവാരത്തിൽ തെലങ്കാനയിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി പ്രസംഗിച്ചത്, നരേന്ദ്രമോദി എനിക്ക് സഹോദര തുല്യനാണെന്ന് മാത്രമല്ല ഗുജറാത്തിലെ മോഡലാണ് ഞാൻ പിന്തുടരാൻ ആഗ്രഹിക്കുന്നത്. ലക്ഷ്യം വെക്കുന്നത് അതിനുള്ള മറുപടി എന്തുകൊണ്ടാണ് കർണാടകത്തിലെയും തെലങ്കാനയിലും സർക്കാരുകൾ CAA നടപ്പാക്കില്ല എന്ന് പറയുന്നത്? തീർച്ചയായും കോൺഗ്രസ് പറയാത്തത് ആ നിലപാട് തന്നെയാണ് കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയേണ്ട ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് കൃത്യമായി ആ വിഷയത്തിനകത്ത് നിലപാടുകൾ പാർട്ടി തീരുമാനിക്കും, ഒരു തർക്കവുമില്ല. ഇവിടെ പിന്നെ പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലം അതിന് മുമ്പ് 2019 നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ഒരു കേസ് പോലും പിൻവലിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ നിങ്ങൾക്കും ലക്ഷ്യം കോൺഗ്രസിന് ഇതിന്റെ പേരിൽ ഏതെങ്കിലും രൂപത്തിൽ അടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് CPMന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി അവർ നടത്തോട്ടെ. അതോടൊപ്പം തന്നെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണല്ലോ ഗുജറാത്തിലേക്ക് വികസനം പഠിക്കാൻ ആളെ അയച്ചു കൊടുത്തത്. അതായിരുന്നല്ലോ കഴിഞ്ഞ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ക്യാമ്പയിൻ. നരേന്ദ്രമോദിയുടെ ക്യാമ്പയിൻ എന്തായിരുന്നു? ഇതാ പിണറായി വിജയൻ സർക്കാർ ഞങ്ങൾ ഗുജറാത്തിലേക്ക് ആളെ അയച്ചിട്ടുണ്ട്, എന്ത് പഠിക്കാൻ, വികസനം പഠിക്കാൻ. എന്നിട്ടാണോ നിങ്ങൾ ആരെ അയക്കാത്തത്? ആരാ പോകാഞ്ഞത്? നിങ്ങളുടെ ചീഫ് സെക്രട്ടറി, നിങ്ങൾ ബന്ധപ്പെട്ട സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർ അവിടെ പോയില്ലേ? ഏറ്റവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എവിടെയില്ല, നിങ്ങൾ എവിടെയും ഗുജറാത്ത് മത്സരിച്ചിട്ടില്ല. നിങ്ങൾ രാജ്യത്ത് നിങ്ങൾ ഈ കേരളത്തിൽ ഗുജറാത്ത് വികസനം പഠിക്കാൻ നിങ്ങൾ ആളെ അയച്ചു കൊടുത്തിട്ടില്ലേ? ആരെ അയച്ചു കൊടുത്തു? ആര് പോയില്ലേ? ഉദ്യോഗസ്ഥന്മാർ പോയില്ലേ? അതായിരുന്നു ഗുജറാത്ത് തെരഞ്ഞെടുപ്പിലെ ക്യാമ്പയിൻ. ശ്രീ റഹീം, മനസ്സിലായില്ലേ? ആ ക്യാമ്പയിൻ ആരെ? ഉദ്യോഗസ്ഥന്മാരെ അയച്ചു കൊടുത്തു പഠിക്കാൻ, വികസനം പഠിക്കാൻ. അതെ, നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ അയച്ചു കൊടുത്തു. ആ ഉദ്യോഗസ്ഥന്മാർ അയച്ചു കൊടുത്ത ക്യാമ്പയിനാണ്. സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധികളാണ് അവിടെ പോയത്. ആ കേസ് പിൻവലിച്ചോ നിങ്ങൾ? ഈ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ അയച്ചു. നികേഷ്, ഉദ്യോഗസ്ഥന്മാരെ അയച്ചു. അത് ക്യാമ്പയിൻ ആയിരുന്നു. അവിടെ CPM ഇപ്പൊ രാജ്യത്തെമ്പാടും നിങ്ങൾ BJP ആയി ഫൈറ്റ് ചെയ്യുന്ന എത്ര പാർലമെന്റ് ഉണ്ട്? നിങ്ങൾ ഞങ്ങളോടാണോ? ഒരു പാർട്ടിയോട് അതിനകത്ത് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കലാണോ കേരളത്തിൽ? Debate with MV Nikesh Kumar.